നമ്മുടെ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് വേദങ്ങളുണ്ട്, അത് കഴിഞ്ഞ് ഉപനിഷത്തുകളുണ്ട്, അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മുടെ ഈ ആത്മീയ ഗ്രന്ഥങ്ങൾ പോലെയുള്ള മഹാഭാരതം പോലെയുള്ള രാമായണം പോലെയുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഇതെല്ലാം ഓരോ തട്ടുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ സാധാരണപ്പെട്ട വ്യക്തികൾക്ക് അറിയാവുന്നുള്ളത് രാമായണവും മഹാഭാരതവും മാത്രമേ ഉള്ളൂ. അപ്പം അവർ അതിനകത്താണ് കൂടുതൽ അവർക്ക് പ്രാവീണ്യം നേടുന്നത്, അല്ലെങ്കിൽ പഠിക്കുന്നതോ അവർ കേൾക്കുന്നതൊക്കെ കൂടുതലും അതാണ്. സോ പലപ്പോഴും ഒരു ആത്മീകമായിട്ടുള്ളൊരു ഉന്നമനം സാധാരണ വ്യക്തികൾക്ക് ഉണ്ടാകാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അവർക്ക് നേടാൻ പറ്റാത്തത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം അവർ കേൾക്കുന്നത് കൊണ്ടും അനുവർത്തിക്കുന്നത് കൊണ്ടാണ്. സോ ഒരുപക്ഷെ കുറച്ചുകൂടെ നമുക്ക് ഭാരതത്തിനകത്ത് വ്യക്തികളിലേക്ക് വേദങ്ങളിനകത്ത് പറയുന്ന ആ എസൻസിനെ കൊടുക്കാൻ പറ്റിയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എല്ലാ ജനങ്ങൾക്കും ആ ഒരു ആത്മീയ അനുഭവം ഉണ്ടായേനെ. അപ്പം നമുക്ക് ഇന്ന് കാണുന്ന ഈ ഒരു ദൗർബല്യത്തെ, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ ഒരു ക്ഷാമത്തെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട, ഇന്ന് പ്രത്യേകിച്ച് സനാതന ധർമ്മത്തിനകത്തുള്ള ഒരു വലിയ പോരായ്മയാണ് അങ്ങിപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം അനിവാര്യമാണ്, പക്ഷെ അത് ആർക്ക്? നാം പഠിച്ചു വരുന്ന കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളല്ല മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പോകുന്നത്, മുമ്പ് പഠിക്കുന്നത്. പുരാണങ്ങളെല്ലാം വ്യാസഭഗവാൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത്, 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഞാനിത് കഥാരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ കഥയല്ല പ്രാധാന്യത്തോടെ എടുക്കേണ്ടത്, അതിലെ തത്വങ്ങളെയാണ് എടുക്കേണ്ടത്. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹം കൂടുതലായിട്ടും ഇതിലെ കഥകൾ കാണാതെ കേട്ടും കാണാതെ പഠിച്ചും പ്രസംഗിച്ചും നടക്കുകയാണെന്ന്. ഈ കഥകളിൽ കിടക്കുന്നതേ ഉള്ളൂ, അതിലെ തത്വം ഗ്രഹിക്കുന്നില്ല. ഇപ്പം രാമായണത്തെക്കുറിച്ച് തന്നെ അങ്ങ് സൂചിപ്പിച്ചു. രാമായണം വളരെ കാലമായിട്ട് സാമ്പ്രദായികമായിട്ട് നമ്മുടെ പ്രചരിച്ചു, വളരെ ശക്തമായ രീതിയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പ്രചരിക്കുന്നത് ഒന്നാണ്. ഇത് 1982 വിശാല ഹിന്ദു സമ്മേളനത്തിലാണ് ഈ രാമായണം ഈ പഞ്ചമാസമായ മഴക്കാലമായ കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും എല്ലാ വീടുകളിലും പാരായണം ചെയ്യണം എന്നൊരു തീരുമാനം ഉണ്ടായത്. വിശാല ഹിന്ദു സമ്മേളനത്തിൽ 82 അന്നുണ്ടാക്കിയ കാരണം അന്ന് പണിയൊന്നുമില്ല, ജോലിയൊന്നുമില്ല, മഴക്കാലത്ത് വീട്ടിരിക്കുന്ന ദുഃഖവും ദുരിതങ്ങളും ഒക്കെ ആയിരുന്നു. ആ സമയത്ത് രാമായണമൊക്കെ പാരായണം ചെയ്യുന്നതിലൂടെ അവർക്കൊരു തൃപ്തിയും സന്തോഷമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ് അത് പറഞ്ഞിരുന്നത്. പക്ഷെ 43 വർഷം കഴിഞ്ഞു ഇന്നും. അതിനുശേഷം അന്നത്തെ അവസ്ഥയിൽ നിന്നും ഇന്നത്തെ അവസ്ഥയിലേക്ക് ധാർമ്മിക അധാർമിക പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ മതി. അന്നുണ്ടായിരുന്ന അധാർമികം കൂടിയോ കുറഞ്ഞോ എന്ന് ചിന്തിച്ചാൽ വ്യക്തമായിട്ട് പറയാം, അധാർമികം ഇന്ന് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഓരോ വീടും സമൂഹവും എല്ലാം നമ്മുടെ അധാർമികതയുടെ കൂടാരങ്ങളായി മാറിയിരിക്കുന്നു. മദ്യവും മയക്കുമരുന്നും സദാചാര ലംഘനങ്ങളുമായി എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഈ 43 വർഷക്കാലമായി പിന്തുടരുന്ന ഈ രാമായണ മാസ ആചരണത്തിൻ്റെ അതിൻ്റെ രീതി ശരിയാണോ എന്ന് പുനർചിന്തിക്കേണ്ടത്. അവിടെ പുനർചിന്തിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് പറയുവാനുള്ളത് രാമായണത്തിൻ്റെ പ്രസക്തിയാണ്. രാമായണം ഉണ്ടായതെങ്ങനെയാണ്? ഇന്ന് 300-ലധികം രാമായണങ്ങളുണ്ട് ലോകത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഷകളിലുമായി. ഈ രാമായണം ഉണ്ടായ സന്ദർഭം വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ നാരദ മഹർഷി വന്നപ്പോൾ കുറേ കാലമായി വാൽമീകി മഹർഷിയുടെ മനസ്സിലുള്ള ചിന്തകളാണ് ഉത്തമ പുരുഷ ലക്ഷണം. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണെന്നല്ല, മനുഷ്യ ലക്ഷണം. ആ ഉത്തമ പുരുഷ ലക്ഷണങ്ങളിൽ ഒരു 15 ഗുണങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറേ കാലമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരാളുണ്ടോ? അങ്ങനെ ഇരുന്നപ്പോഴാണ് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന നാരദർ വരുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളല്ലേ, ഈ 15 ഗുണങ്ങൾ പറഞ്ഞിട്ട് ഇത്രയും ഗുണങ്ങളുള്ള ഒരു മനുഷ്യനെ അങ്ങ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നാരദർ മറുപടി പറയുന്നത് 66 ഗുണങ്ങൾ ഒന്നൊന്നായി എണ്ണി എണ്ണി പറഞ്ഞിട്ട് ഇത്രയും ഗുണങ്ങളുള്ള ഉത്തമ പുരുഷൻ ഇക്ഷ്വാകു വംശത്തിൽ ദശരഥപുത്രനായി രാമനുണ്ട് അയോധ്യയിൽ. അപ്പോഴാണ് രാമനെക്കുറിച്ച് പറഞ്ഞാലും
എന്ന് പറയുന്നത്. അത് രാമനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതെല്ലാം കേട്ടിട്ടാണ് വാൽമീകി മഹർഷിക്ക് രാമായണം എഴുതാൻ പ്രചോദനമുണ്ടായത്. ഈ രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ 7 കാണ്ഡങ്ങളാണുള്ളത്, ബാലകാണ്ഡം മുതൽ ഉത്തരകാണ്ഡം വരെ. യഥാർത്ഥത്തിൽ ഉത്തരകാണ്ഡം വാൽമീകി രാമായണത്തിൻ്റെ ഭാഗമേ അല്ല, അത് പിൽക്കാലത്ത് എപ്പോഴോ കൂട്ടിച്ചേർത്തതാണ്. അത് തമ്മിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കും അതിൽ ഒരു ആശയമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ രാമായണ പാരായണത്തിൽ 6 കാണ്ഡങ്ങളെ വായിക്കാറുള്ളൂ. ഈ 6 കാണ്ഡങ്ങളിലും ആയി ഈ 66 ഗുണങ്ങളും രാമൻ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗുണങ്ങളെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഉത്തമ പുരുഷൻ, അതായത് ധർമ്മത്തിൻ്റെ പ്രതിരൂപമായിട്ടുള്ള രാമൻ എന്തായിരുന്നു എന്നറിയണമെങ്കിൽ ഈ 66 ഗുണങ്ങളാണ് വിലയിരുത്തേണ്ടതും ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും. അതുപോലെ തന്നെ രാമായണത്തിൽ ഉമാമഹേശ്വര സംവാദം മുതൽ രാമ ലക്ഷ്മണ സംവാദം, രാമഭരത സംവാദം തുടങ്ങി അവസാനത്ത് രാവണ വിഭീഷണ സംവാദവും രാവണ കുംഭകർണ സംവാദവും വരെ 30-ലധികം വേദാന്ത തത്വങ്ങൾ മാത്രം പ്രതിപാദിക്കുന്ന സംവാദങ്ങളുണ്ട്. ഈ സംവാദങ്ങളെയാണ് ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും. രാമായണം എന്ന് പറയുന്നത് ഇതിനെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്, കഥയ്ക്കല്ല ഇതിൽ പ്രാധാന്യം. കഥകൾ കുട്ടികൾക്കും ചിന്താശേഷി കുറഞ്ഞവർക്കും ഇതിലേക്ക് ആകർഷിക്കാൻ, ജിജ്ഞാസ ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ അതിൽ ധാരാളം ചരിത്ര സത്യങ്ങളുണ്ട്. അതുപോലെയാണ് പുരാണങ്ങളും ധാരാളം ചരിത്രങ്ങളും ഒക്കെയുള്ള രാജവംശങ്ങളും ഒക്കെയുണ്ട്. പക്ഷെ അതിലും ഇതുപോലെയാണ് തത്വങ്ങളെ ഗ്രഹിക്കുകയാണ് വേണ്ടത്. ഭാഗവതം ആയിരക്കണക്കിന് ശ്ലോകങ്ങളുള്ളതാണ്. ഇതിലെ കഥകൾ മാത്രമാണ് ഇപ്പൊ സപ്താഹം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നത്. യഥാർത്ഥത്തിൽ അതിലെ 4 ശ്ലോകം എടുത്താൽ മതി ഒരാഴ്ച പറയുവാനുള്ള സാധനമുണ്ട്. ചതുശ്ലോഹി ഭാഗവതം എന്ന്, അത് പക്ക വേദാന്ത തത്വങ്ങളാണത്. പക്ഷെ അതിന് പഠിക്കണ്ടേ? ഇത് പഠിച്ചാലല്ലേ പറ്റൂ. കഥ പറയാൻ അത് വേണ്ട, അത് വളരെ പെട്ടെന്ന് ആർക്കും ചെയ്യാം. ഇവിടെയാണ് ഈ കഥകൾക്ക് അടിമപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് പൊതുവെ ഉള്ളത്. അതിൽ നിന്ന് തത്വവിചാരം ചെയ്യുന്ന സമൂഹമായി മാറുമ്പോൾ മാത്രമാണ് നമുക്ക് ഉത്കൃഷ്ട സമൂഹമായിട്ട് നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഞാനും ഈ പൗരോഹിത്യത്തിലിരുന്നപ്പോൾ നമുക്ക് ഈ സഭയ്ക്കകത്ത് സാക്രമെന്റുകളുണ്ട്. സ്നാനം നൽകുക, അത് കഴിഞ്ഞിട്ട് ഈ അത്താഴം, തിരുവത്താഴം നൽകുക, മരണ ശുശ്രൂഷ, ഇങ്ങനെ 7ഓളം സാക്രമെന്റുകളുണ്ട്. അപ്പോൾ ഒരു പൗരോഹിത്യത്തിൽ നിന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത് ഈ ജനങ്ങൾ മുഴുവൻ ഈ സാക്രമെന്റിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ മുങ്ങിക്കിടക്കുവാണ്. അപ്പോൾ നമ്മൾ അവരെ ഒരു ശരിക്കുമുള്ള ഒരു ആത്മീയ പാതയിലേക്ക് നയിക്കാനായിട്ടുള്ള ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്കത് വേണ്ട. അവർക്ക് ദൈനംദിന ജീവിതത്തിനകത്ത് നന്മയുണ്ടാകുന്ന, പുരോഗമനമുണ്ടാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സാക്രമെന്റിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമേ അവർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര എൻഫോഴ്സ് ചെയ്താലും ആ ബാരിയർ പൊട്ടിച്ച് അതിൻ്റെ മുകളിലോട്ട് വരാനായിട്ട് ഒരു സാധാരണ ജനങ്ങൾ ശ്രമിക്കുന്നില്ല. സോ ഈ പറഞ്ഞത് ഏകദേശം അതേ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, എങ്ങനെ ഈ ലെവലിൽ ബുദ്ധി മന്ദീഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ അന്ധകാരത്തിൽ കിടക്കുന്ന ജനങ്ങളിലേക്ക് എങ്ങനെ ഈ ആത്മീയതയുടെ വെളിച്ചമൊന്ന് നുകർന്നു കൊടുക്കാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവരുടെ പ്രതികരണം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ എൻ്റെ അപ്പൂപ്പന്, അമ്മുമ്മ, എൻ്റെ പപ്പ, എൻ്റെ അമ്മ ഇവരെയൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഇവരുടെ വായിലൊന്നൊരു അസഭ്യം വരത്തില്ല. പ്രകോപനപരമായിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ ഇവർ പ്രതികരിക്കത്തില്ല. കാരണം അവർ ആ മൂല്യങ്ങളിൽ, ആ ദൈവിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് അവരുടെ ജീവിതം വന്നേ. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് വിദ്യാഭ്യാസമുണ്ട്, അവർക്കില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ മൂല്യച്യുതി അവരുടെ ലൈഫിനകത്ത് വന്നിരിക്കുക. അതുകൊണ്ട് അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത. ഇപ്പം ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണമെന്ന് ഖുർആനിലെങ്ങും പറഞ്ഞിട്ടില്ല. ഇത് ഇസ്ലാമിലെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ആരംഭിച്ച് ആ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമാണ് ടെററിസമൊക്കെ വന്നത്. അവരുടെ ഐഡിയ, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുടെ ആശയമാണ് ഇസ്ലാമിക രാജ്യം. അതിനു വേണ്ടിയാണ് അവർ ആരെയും കൊല്ലാൻ കിട്ടിയില്ലെങ്കിൽ സ്വന്തം മതത്തിലുള്ളവരെ പോലും പള്ളിയിൽ ബോംബിട്ടായാലും നശിപ്പിക്കും. ഇതിനെ ചോദ്യം ചെയ്യുന്നവരെ എല്ലാം നശിപ്പിക്കും. അപ്പം ഇത്
അടിസ്ഥാനപരമായി ആ മതത്തെക്കുറിച്ച് ശരിക്കും അവനൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ക്രൈസ്തവ വിഭാഗത്തിലുമുണ്ട്, ഇസ്ലാം വിഭാഗത്തിലുമുണ്ട്, ഹിന്ദു വിഭാഗത്തിലും എല്ലാത്തിലും ഇതുണ്ട്. ഇതിന് മാറ്റം വരണമെങ്കിൽ ഇതിലെ ആചാര്യന്മാർ തന്നെ പരിശ്രമിക്കണം. അതാ ഞാൻ അടുത്ത് ചോദിക്കാൻ വേണ്ടി ആചാര്യന്മാർ തന്നെയാണ് ഇതിന് ശ്രമിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ശ്രമിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അവർ എത്ര നാൾ ജീവിച്ചിരിക്കും എന്നുള്ളതിനെ പറ്റി സംശയവുമുണ്ട്. അത് ഇവിടെ പലപ്പോഴും നടന്നിട്ടുള്ളത്. അത് ഈ പറഞ്ഞ ജിഹാദി മതത്തിലേക്കാണ് അത് കൂടുതലായി നടന്നതെങ്കിൽ അതിൽ നിന്നൊന്നും വലിയ വ്യത്യാസമില്ലാതെ ക്രിസ്തു മതത്തിലും അത് എല്ലായിടത്തുമുണ്ട്. ഇന്നിവിടെയും അത് ആയിക്കൊണ്ടിരിക്കുന്ന ഭീഷണികൾ അതെല്ലാം ഈ പൊളിറ്റിക്കൽ റിലീജിയസിൻ്റെ സ്വാധീനം കൊണ്ടാണ് വന്നത്. റിലീജിയസിന് യാതൊരു കുഴപ്പമില്ല. ഇന്ന് എല്ലാ ജനങ്ങളും ഇപ്പോൾ ക്രിസ്തീയ മതത്തിൽ ജനങ്ങൾ അന്വേഷിക്കുന്നത് ഒരു പുരോഹിതനെ അല്ലെങ്കിൽ ഒരു പാസ്റ്ററിനെയാണ്. അവർക്ക് അവരുടെ ശുശ്രൂഷ മതി. അതുപോലെ തന്നെ ഒരു ഹൈന്ദവ ഒരു മതത്തിൽ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂജാരിമാരെയോ തന്ത്രിമാരെയോ മേൽശാന്തിമാരെയോ ഒക്കെ മതി. കാരണം ആചാരാനുഷ്ഠാനങ്ങൾക്ക് മാത്രമായിട്ട്. ഇസ്ലാം മതത്തിലും അങ്ങനെ ഒരു മുസ്ലിംമാരെയോ ഒരു ഉസ്താദിനെയോ ഒക്കെ മതി. ഇതിൽ തൃപ്തരാണ്. മറ്റൊരു രീതിയിൽ ഇവരെ പഠിപ്പിക്കാനും അവരുടെ മനസ്സിനെ മാറ്റിക്കൊടുക്കാനും പറ്റുന്ന രീതിയിൽ ഒരു ആചാര്യ മനോഭാവമുള്ള വ്യക്തികൾ ഉണ്ട്. പക്ഷെ അവർ ആ ഒരു ആർജവം കാണിക്കുന്നില്ല. ഈ പറഞ്ഞതുപോലെ അവരുടെ ലൈഫ് ത്രെട്ടനിങ് ആകാം, അല്ലെങ്കിൽ അവർക്ക് കേൾക്കാൻ പോകുന്ന നിന്ദകളും പരിഹാസങ്ങളെയും പേടിച്ചിട്ടാകാം. അപ്പോൾ അവർ ആ മുഖ്യധാരയിൽ നിന്ന് പിന്നോക്കം വലിഞ്ഞു നിൽക്കുവാണ്. അപ്പോൾ അവരിന്ന് വിചാരിക്കുന്ന ആരെങ്കിലും വരുന്നെങ്കിൽ ഞാൻ പകർന്നു കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ആചാര്യന്മാരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഉൾവലിയിലായിരിക്കാം ഒരു പക്ഷേ ഇതിനുള്ള പ്രശ്നം എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഇത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. എത്രയോ ക്രൈസ്തവ രാജ്യങ്ങൾ ഇന്ന് ക്രിസ്ത്യാനിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെയെല്ലാം ഈ കാഴ്ചപ്പാട് കൊണ്ടായിരുന്നു. എത്രയോ ഇസ്ലാമിൽ നിന്നും ഇന്ന് എക്സ് മുസ്ലിംസ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ കേരളത്തിൽ ലക്ഷക്കണക്കിന് എക്സ് മുസ്ലിംസ് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് സനാതനധർമ്മത്തിലും ഇപ്പോൾ വിവിധ സമ്പ്രദായങ്ങൾ. ഇതിനകത്തൊക്കെ താത്വികമായ ആചാര്യന്മാരെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേദാന്ത തലം. വേദാന്തികളെ പുച്ഛമാണ്. എല്ലാവർക്കും തന്ത്രവും കാര്യങ്ങളൊക്കെ മതി. ഇപ്പൊ ശാക്തേയം വൈഷ്ണവും ഇപ്പൊ തന്നെ എന്തിനാ ശൈവം വൈഷ്ണവം ശാക്തേയം ഗാണപത്യം കൗമാരം ഇങ്ങനെ കുറേ സമ്പ്രദായങ്ങൾ. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഒരേ ബ്രഹ്മത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് ഇതെല്ലാം. പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഒരു തമ്മിലടി. തന്ത്രത്തിൽ എത്ര ദക്ഷിണം വാമം കൗളവും ഒക്കെ ഇങ്ങനെ അത് തമ്മിൽ കുറ്റവും കുറവുകളും ഒക്കെ. ഇതൊന്നും സ്ഥായിയല്ല. സ്ഥായിയായി നിൽക്കണമെങ്കിൽ അതിലെ ജ്ഞാനത്തെ ഗ്രഹിക്കണം. ജ്ഞാനത്തെ ഗ്രഹിക്കുന്നവൻ ഒറ്റപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാര്യം ജ്ഞാനം എല്ലാവർക്കും കിട്ടില്ല. ജ്ഞാനം സത്വഗുണത്തിൻ്റെ ഭാഗമാണ്. രജോ ഗുണമാണ് കർമ്മങ്ങളെല്ലാം കൂടുതൽ വരുന്നത്. തമോ ഗുണം ഏറ്റവും മോശമായിട്ടുള്ള. ഈ സത്വഗുണത്തിലേക്ക് ഉയരുകയാണ് നമ്മളെല്ലാം വേണ്ടത്. പക്ഷെ അതിന് കർമ്മം കളയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ കർമ്മത്തിൽ മാത്രം ജീവിക്കുന്നവർക്ക് സത്വഗുണത്തിലേക്ക് പോകുന്നവനെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതിനെ ആക്ഷേപിക്കും. ഇതെല്ലാത്തിലും ഉണ്ട്. എല്ലാ രാജ്യത്തും ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവർ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ നമുക്കറിയാം ചേകന്നൂർ മൗലവി ഇസ്ലാമിലെ കൊള്ളരുതായ്മകൾക്കെതിരെ ശക്തമായി. അന്ന് പൊളിറ്റിക്കൽ ഇസ്ലാം ഇവിടെ ശക്തി പ്രാപിച്ചില്ല, വരുന്നേ ഉള്ളൂ. ചോദ്യം ചെയ്തതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇല്ലാതായത്. ഇന്നും ശവശരീരം പോലും കിട്ടിയിട്ടില്ല. ഇപ്പോഴും എത്രയോ പേരാണ് ഈ അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്നവർക്ക് തെരുവിലൂടെ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല. അജ്ഞാത വാഹനം വന്ന് ഇടിച്ചിട്ടിട്ട് പോയെന്ന് വരാം. ഇതൊന്നും അറിയില്ല. ഇതൊക്കെ നടക്കും. അത് അങ്ങും മനസ്സിലാക്കേണ്ട ആളാണ്. നമ്മള് ജാനുവൊക്കെ അത് മനസ്സിലാക്കണം.